2026 ജനുവരി 3 മഹാദേവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ധനുമാസ തിരുവാതിരയാണ്. ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമായി കരുതപ്പെടുന്ന ആർദ്ര നക്ഷത്രവും പൗർണമിയും ചേർന്നു വരുന്ന അതീവ പുണ്യകരമായ ദിവസമാണിത്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണിത്. 2026 ജനുവരി 3 ശനിയാഴ്ചയാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. മാംഗല്യഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി സുമംഗലികളും കന്യകമാരും ഈ ദിവസം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. തിരുവാതിര നാളിലെ രാത്രിയിൽ സ്ത്രീകൾ ഒത്തുചേർന്ന് തിരുവാതിരക്കളി കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും ചെയ്യുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ ചുട്ടുണ്ടാക്കുന്ന എട്ടങ്ങാടി തിരുവാതിര വ്രതത്തിന്റെ ഭാഗമായ പ്രധാന വിഭവമാണ്. ഇത് സാധാരണയായി തലേ ദിവസം രാത്രിയിലാണ് തയ്യാറാക്കുന്നത്. തിരുവാതിര നാളിലെ പ്രധാന പ്രസാദമാണ് കൂവപ്പായസം. ജനുവരി 3 പൗർണമി കൂടി വരുന്നതിനാൽ ഈ ദിവസത്തെ ശിവ ആരാധനയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ശനിയാഴ്ച ആയതിനാൽ ഇത് ശനിദോഷ നിവാരണത്തിനുള്ള ശിവപൂജകൾക്കും ഉത്തമമാണ്. തിരുവാതിര വ്രതം എടുക്കുന്ന രീതി: സുമംഗലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനായും കന്യകമാർ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനുമാണ് ഈ വ്രതം പ്രധാനമായും അനുഷ്ഠിക്കുന്നത്. മകയിരം നാളിൽ എട്ടങ്ങാടി നിവേദ്യം കഴിക്കുന്നതോടെ വ്രതം ആരംഭിക്കുന്നു. തിരുവാതിര ദിവസം അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം. പകരം കൂവപ്പായസം, ഗോതമ്പ് കഞ്ഞി, പുഴങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷിക്കാം. ക്ഷേത്ര ദർശനം നടത്തി ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയിൽ ദശപുഷ്പങ്ങൾ ചൂടുന്നത് വ്രതത്തിന്റെ ഒരു പ്രധാന ചടങ്ങാണ്. തിരുവാതിര വ്രതത്തെക്കുറിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണുള്ളത്. ഭഗവാൻ പരമശിവന്റെ ജന്മനക്ഷത്രമായാണ് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിക്കുന്നത്. പാർവതി ദേവിയുടെ തപസ്സിൽ പ്രീതനായി കാമദേവനെ ഭഗവാൻ പുനർജീവിപ്പിച്ചത് ഈ ദിവസമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. 2026 തിരുവാതിര വ്രതം വരുന്നത് ജനുവരി 3 ശനിയാഴ്ചയാണ്. അന്നേ ദിവസം പൗർണമി കൂടി വരുന്നതിനാൽ വ്രതാനുഷ്ഠാനത്തിന് കൂടുതൽ പുണ്യം ലഭിക്കുന്നു.